അപ്പൊ ഇങ്ങനെയൊരു വീഡിയോ ആണോ അല്ലേ? വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ പാർവതി. അപ്പം ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മുടെ 2024 എൻഡ് ആണത്, തീർന്നു. ഇനി നമ്മൾ 2025 സ്റ്റെപ്പ് ഓൺ ചെയ്യാണ്. അപ്പം എനിക്ക് എന്താ പറയാ 2024 ഒരു ജേർണിയുടെ ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. യൂഷ്വലി നമ്മൾ എല്ലാവരും പറയുന്ന കണക്കാൻ എല്ലാവർക്കും ഓരോരുത്തർക്കും ഓരോരോന്നും പറയാൻ കാണും. 2024 കൊള്ളാം, കൊള്ളത്തില്ല, നല്ലതാന്ന്, തന്നില്ല എന്നൊക്കെ കുറെ പറയാനുണ്ടാവും. അപ്പം എനിക്ക് അതുപോലെ 2024 ഒരു അപ്സ് ആൻഡ് ഡൗൺസ് ആയിട്ടുള്ള റോൾ കോസ്റ്റർ തന്നെയായിരുന്നു. അപ്പൊ 2024 ഇവിടെ നിൽക്കാൻ പോവാണ്. അപ്പൊ അതിനു മുമ്പ് ഞാൻ വിചാരിച്ചു ഒന്ന് 2024 റീവൈൻഡ് അടിക്കാം എന്ന് വിചാരിച്ചു. അപ്പൊ നമുക്കൊന്ന് റീവൈൻഡ് ചെയ്താലോ. സോ 2024 ന്യൂ ഇയർ തന്നെ എനിക്ക് ഫ്ലോപ്പ് ആയിരുന്നു. ബിക്കോസ് എന്താ പറയാ, ന്യൂ ഇയർ എന്ന് പറയുമ്പോഴത്തേക്കും ഞാൻ അങ്ങനെ ഭയങ്കരമായിട്ട് ന്യൂ ഇയർ ആഘോഷിക്കുന്ന ആളൊന്നും, സിംപ്ലി വീട്ടിലാണെങ്കിൽ പോലും നോർമലി കിടന്നുറങ്ങുന്നു, എഴുന്നേക്കുന്നു, ഒരു നോർമൽ രീതിയായിരിക്കും. പക്ഷെ 2024 ന്യൂ ഇയർ എന്ന് പറഞ്ഞാല് തുടക്കം തന്നെ ഭയങ്കര സ്ട്രെസ് ഔട്ടും വിഷമവും ഒക്കെ തന്നെ ആയിരുന്നു 2024 തുടക്കം. ബിക്കോസ് ഞാനൊരു ക്രിസ്മസ് ടൈമൊക്കെ ആ ടൈമിലൊക്കെ തന്നെ ഭയങ്കര ഒരു എന്താ പറയാ, ഇങ്ങനെ ഒരു ഡിസ്കംഫർട്ട് ആയിട്ടുള്ള ലെവലിൽ തന്നെ ആയിരുന്നു എൻ്റെ ഒരു 2024 തുടക്കം. 2023 അപ്പൊ തൊട്ട് ഞാൻ അങ്ങനെ തന്നെയായിരുന്നു. സോ ഇത് എന്നെ കുറെ രീതിയിൽ എഫക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു സ്റ്റാർട്ടിങ് ആയിട്ട് തന്നെ. പിന്നെ എന്ത് ചെയ്തു, ഞാൻ മാനേജ് ചെയ്തു. ബിക്കോസ് നമ്മൾ എല്ലാ സ്ഥാനത്ത് നിന്ന് മൂവ് ഓൺ ചെയ്യണമല്ലോ എന്നുള്ളതാണല്ലോ അതിന്റെ ഒരു ഇത്. അപ്പൊ 2024 സ്റ്റാർട്ട് ചെയ്തപ്പോ തന്നെ ഞാൻ അവിടെ ഒരു എന്താ പറയാ, ഞാൻ അങ്ങനെ ഭയങ്കര എന്നെ എക്സ്പെക്ട് ചെയ്യുന്ന ഒരാളല്ല ഈ ഒരു വർഷം ഭയങ്കര നല്ലതായിരിക്കണം, അങ്ങനൊന്നുമില്ല. പക്ഷെ എന്താ പറയാ, തട്ടിമുട്ടില്ലാതെ പോണം എന്നുള്ളൊരു സാധനം മാത്രമേ ഉള്ളൂ. സോ 2024 എന്നെ എന്ത് പഠിപ്പിച്ചു എന്നുള്ളതാണ് ഞാൻ ഏറ്റവും കൂടുതൽ നോക്കിക്കാണുന്നത്. ഞാൻ 2023 ഒരു ഡിസംബർ വരെ അപ്പം 2024 എന്നെ എന്ത് പഠിപ്പിച്ചു എന്ന് വെച്ചാൽ, ഒരു 2023 ഡിസംബർ ലാസ്റ്റ് വരെയും ഞാനെന്ന് പറഞ്ഞൊരു പാർവതി എന്ന് പറയുന്ന ഒരു പേഴ്സണാലിറ്റി എങ്ങനെയാന്ന് വെച്ചാൽ ഭയങ്കര ഡിപ്പെൻഡന്റ് പേഴ്സണാലിറ്റി. ഡിപ്പെൻഡൻസി മീൻസ് ഈ ഫിനാൻഷ്യൽ ഡിപ്പെൻഡൻസി അല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്, പേഴ്സൺസിൽ, ആൾക്കാരിൽ ഭയങ്കര ഡിപ്പെൻഡന്റ് ആണ് ഞാൻ. എന്ന് വെച്ചാൽ എനിക്ക് ഒരുപാട് ഫ്രണ്ട് സർക്കിൾസ് ഒന്നുമില്ല. ഇപ്പം എന്റെ വീഡിയോസ് കാണുന്നവർക്കാണെങ്കിലും കാരണം എനിക്ക് അവരില്ലെങ്കിൽ ഞാനില്ല എന്നുള്ളൊരു തോട്ട് പ്രോസസ് ആണ്. അപ്പം ഈ ഒബ്വിയസ്ലി നമുക്കിപ്പോ ഫ്രണ്ട്ഷിപ്പ് ആയിക്കോട്ടെ, ഫാമിലി ആയിക്കോട്ടെ, എന്തായിക്കോട്ടെ, അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് ക്ലാഷസ് വരും, അഡ്ജസ്റ്റ്മെന്റ്സ് ഇല്ലാതെ നമുക്ക് പറ്റത്തില്ല. സോ ഇപ്പൊ ഞാൻ ഭയങ്കര സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരാളാണ്. കാര്യം എനിക്കിപ്പോ തമാശ പറയുമ്പോൾ പോലും പെട്ടെന്ന് ഹേർട്ട് ആവാറുണ്ട്. ഇപ്പം എന്റെ ഫ്രണ്ട്സ് ആണെങ്കിൽ തന്നെ പെട്ടെന്ന് ഇങ്ങനെ ഇറിറ്റേറ്റ് ചെയ്യിപ്പിക്കും. എനിക്ക് തമാശ പറയുമ്പോഴത്തേക്കും ഓക്കെ അവര് ചെയ്യുന്നത് അവരുടെ ഫ്രണ്ട്ലിനെസ് കൊണ്ടിട്ടാ, പക്ഷെ എനിക്കത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പൊ പിന്നെ ഞാൻ തന്നെ ചിന്തിക്കാൻ തുടങ്ങി, ഈശ്വര എന്റെ പ്രശ്നമാണോ എന്നുള്ള സാധനം ഞാൻ തന്നെ ചിന്തിക്കാൻ തുടങ്ങി. സോ അതൊക്കെ അത് കുറച്ചും കൂടി ഡീപ്പായി വന്ന സമയത്ത് ഫുൾ ബ്ലെയിം എന്ന് പറയുന്ന ഒരു സംഭവം ഫുൾ നമ്മുടെ മണ്ടയ്ക്ക് വരിക എന്ന് പറയില്ലേ, ആ ഒരു സാധനമായിരുന്നു. ബിക്കോസ് പലർക്കും, ഈവൻ ഫാമിലി ആയിക്കോട്ടെ, ഫ്രണ്ട്സ് ആയിക്കോട്ടെ, ഞാൻ എന്താണോ കൺവേ ചെയ്യാൻ ശ്രമിക്കുന്നത് അത് ഒരാൾക്കെങ്കിലും മനസ്സിലാവണേ എന്നുള്ളൊരു സാധനമായിരുന്നു. അങ്ങനെ 2024 സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. പതുക്കെ എനിക്ക് എന്താണ് എൻ്റെ ഇതെന്നുള്ളത് ഞാൻ തനിയെ കണ്ടുപിടിച്ചു. ഞാൻ ഇതുവരെ അല്ലാത്തൊരു എൻ്റെ ഒരു ഡീമെറിറ്റ്സ് അല്ലെങ്കിൽ എൻ്റെ ഒരു പേഴ്സണാലിറ്റിയിൽ ഞാൻ കുറെ വ്യത്യാസം വന്നു. അതിൽ ഏറ്റവും നല്ലൊരു കാര്യമാണ് ഞാൻ ചെയ്തത്. ഞാൻ ഇപ്പൊ ഒരു പേഴ്സണൽ ഡിപ്പെൻഡന്റ് അല്ല എന്ന് കോൺഫിഡന്റ് ആയിട്ട് എനിക്ക് പറയാൻ പറ്റും. ബിക്കോസ് ഞാൻ ആ ഒരു പേഴ്സൺ ഇപ്പൊ എനിക്കിപ്പോ അവരില്ലെങ്കിൽ എനിക്ക് പറ്റില്ല എന്നുള്ള തോട്ട് കംപ്ലീറ്റ്ലി മാറി. അവരിപ്പൊ എന്നോട് എന്തോ കാണിച്ചോട്ടെ, ഞാൻ ചെയ്യുന്ന കാര്യം എനിക്കറിയാം, ഞാൻ ചെയ്യുന്നത് ശരിയാണോ തെറ്റാണോ എന്ന്. ഇപ്പൊ എനിക്ക് വേറൊരാളെ ബോധിപ്പിക്കേണ്ട കാര്യമില്ല. ഈ രണ്ട് കാര്യങ്ങൾ ഞാൻ ലൈഫിൽ പഠിച്ചു. ഇപ്പൊ ഞാൻ ഭയങ്കരമായിട്ട് ഇപ്പൊ എൻ്റെ അടുത്ത് എന്നോട് എനിക്ക് മിണ്ടാൻ താല്പര്യം ഇല്ലെങ്കിൽ എന്നോട് മിണ്ടണ്ട എന്നുള്ളൊരു രീതിയിലേക്ക് എന്നെ മൈൻഡ് സെറ്റ് ഞാൻ കൊണ്ടുവന്നു. അതെന്റെ ഏറ്റവും വലിയ അച്ചീവ്മെന്റ്. കാര്യം ഇതിനു മുമ്പ് ഒരാൾക്ക് എൻ്റെ അടുത്ത് മിണ്ടുണ്ടെങ്കിൽ ഞാൻ പുറകെ നടന്നിട്ടുണ്ട്. ഒബ്വിയസ്ലി ഞാൻ പുറകെ നടന്ന് ഫ്രണ്ട്ഷിപ്പ് തിരിച്ചു വാങ്ങിച്ചിട്ടുള്ള ഒരാളാണ്. സോ അത് എൻ്റെ ലൈഫിൽ നിന്ന് ഞാൻ കളഞ്ഞു. പിന്നെ നാലാമത്തെ ഒരു കാര്യം, ഒരു നമ്മൾ മിണ്ടാതിരുന്നു കഴിഞ്ഞാൽ പല പ്രശ്നങ്ങളും തീരും. നമുക്ക് വിഷമം വന്നാലും ഡോണ്ട് റിയാക്ട്, ബിക്കോസ് അവര് ചിന്തിക്കും നമ്മുടെ അഭിനയമാണ് എന്നുള്ളത്. അപ്പൊ അതുകൊണ്ട് മിണ്ടാതെ കുറച്ചിടത്തൊക്കെ സൈലന്റ് ആയിട്ട് ഇരിക്കാൻ ഞാൻ പഠിച്ചു. അവരെന്തുവാണ് പറഞ്ഞോട്ടെ എന്നുള്ള രീതിയിൽ ഞാൻ മിണ്ടാതിരിക്കാൻ പഠിച്ചു. അഞ്ചാമത്തെ കാര്യം എന്ന് പറഞ്ഞാല്, ഞാൻ എൻ്റെ ഇമോഷണാലിറ്റി ഞാൻ ഒരു വ്യക്തിനെ കാണിച്ചിട്ടോ അവരുടെ അടുത്ത് ഞാൻ കാര്യങ്ങൾ ഷെയർ ചെയ്യുന്നതും അവരെ ഡെയിലി ബേസിസ് വിളിക്കുന്നതൊക്കെ ഞാനങ്ങ് കുറച്ചു. അപ്പോൾ ഞാൻ എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ വിളിക്കും, അല്ലെങ്കിൽ ഒരു ഹായ് ബൈ, ഒരു റിലേഷൻ, എനിക്ക് അവിടുത്തെ ദേഷ്യമൊന്നുമില്ല. സ്റ്റിൽ നൗ എന്റെ ഫാമിലി ആയിക്കോട്ടെ, എന്റെ ഫ്രണ്ട്സ് ആയിക്കോട്ടെ, അവരെപ്പോഴും എന്റെ തന്നെ ആയിരിക്കും. പക്ഷെ ഞാൻ എൻ്റെ ഒരു ഇതിനകത്ത് ഞാൻ മാറ്റിക്കൊണ്ട് വന്ന ഒരു
കാര്യമാണ് ഞാൻ പറഞ്ഞത്. സോ 2024 എന്ന് പറഞ്ഞാൽ എന്റെ ലൈഫിൽ ഇതുവരെ എനിക്ക് കിട്ടാത്ത ഒരു 4 കാര്യങ്ങളാണ് എനിക്ക് കിട്ടിയത്. ഫസ്റ്റ് ഓഫ് ഓൾ, എന്നെ ഒരു ബോൾഡർ പേഴ്സണാലിറ്റി ആക്കി. സെക്കൻഡ് വൺ, നെവർ മൈൻഡ്, ആരെന്ത് പറഞ്ഞോട്ടെ, നിങ്ങള് യു ഷുഡ് മൂവ് ഓൺ. നിനക്ക് എന്ത് തോന്നുന്നു, നിനക്കറിയാം നീ എന്താ ചെയ്തത്, നീ എന്താ പറഞ്ഞത് ശരിയാണെന്ന്. മൂന്നാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഒരു മനുഷ്യനെ ഞാൻ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. എന്റെ ഇമോഷണൽ, എന്റെ എല്ലാ എന്റെ കയ്യിലാണ്. ഒരാള് പറഞ്ഞെന്ന് പറഞ്ഞാൽ ഇത് ചേഞ്ച് ചെയ്യേണ്ട ആവശ്യമില്ല എന്ന് എനിക്ക് മനസ്സിലായി. ഈ 3 കാര്യങ്ങൾ എന്നെ നല്ല രീതിയിൽ പഠിപ്പിച്ചു. നാലാമത്തെ ഒരു പുതിയൊരു ലെസൺ ഞാൻ പഠിച്ചത്, ആക്ച്വലി ഇപ്പം എന്റെ ഫാമിലി ആയിക്കോട്ടെ, ഇപ്പൊ അമ്മമാരായിക്കോട്ടെ, ചില ഫ്രണ്ട്സ് ആയിക്കോട്ടെ, ആരായിക്കോട്ടെ, നമ്മുടെ കൂടെ നടക്കുന്ന എല്ലാവരും നമ്മുടെ നല്ലത് വരണം എന്ന് ആഗ്രഹിക്കുന്നവരല്ല. നമ്മുടെ കൂടെ അത്ര ചിരിച്ച് കളിച്ച് നമ്മുടെ വീട്ടിൽ നടക്കുന്ന കാര്യങ്ങളായിക്കോട്ടെ, എല്ലാ സാധനങ്ങളും എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് നമ്മുടെ ബാക്കിൽ നിന്നും കുത്തുന്നവരാണെന്ന് ഞാൻ നല്ല രീതി ഈ ഒരു വർഷം അവസാനം ഞാൻ അത് ഭയങ്കര ക്ലിയർ ആയിട്ട് പഠിച്ചു. ബിക്കോസ് നമ്മള് ചില സമയത്ത് അമ്മമാര് വരെ നമ്മൾ കേൾക്കാറില്ല എന്ന് പറയില്ലേ, ഇതിൽ എന്റെ അമ്മ പറയുന്ന കുറെ കാര്യങ്ങൾ ശരിയാണെന്നുള്ളത് ഞാൻ ഭയങ്കര രീതിയിൽ പഠിച്ച ഒരു ലെസൺ ആണ്. ബിക്കോസ് എന്താ പറയാ, ഒരുപാട് അനുഭവങ്ങൾ എനിക്ക് കിട്ടി. ഏറ്റവും അവര് എന്തെങ്കിലും കാണിച്ചാൽ പോലും എനിക്ക് അവരെ സെപ്പറേറ്റ് ആക്കി നോക്കാൻ ഭയങ്കര മടിയാണ്. സോ കാര്യം എനിക്ക് അവരെ ഭയങ്കരമായിട്ട് വേണം എന്ന് ആഗ്രഹിക്കുന്നത്. എത്ര പണി കിട്ടിയാലും ഞാൻ പഠിക്കത്തില്ല, അങ്ങനെ ഒരു ഇതാണ് ഞാൻ. സോ ഇതാണ് എന്റെ 2024. സോ ഇത് 2024 എന്റെ ലാസ്റ്റ് വീഡിയോ ആയിരിക്കും. ഒരു ചിലപ്പോൾ ഒരു റീലും കൂടി വരാനുള്ള സാധ്യതയുണ്ട്. ഷോർട്ട് വീഡിയോയും കൂടി, 2 ഷോർട്ട് വീഡിയോ, ഒരു ലോങ് വീഡിയോ ഷോർട്ട് വീഡിയോയും കൂടി വരാനുള്ള സാധ്യതയുണ്ട്. സോ 2024 ഇങ്ങനെയായിരുന്നു. എല്ലാവർക്കും എന്റെ ഹാപ്പി ന്യൂ ഇയർ. ഇനി നമ്മൾ അടുത്തൊരു വീഡിയോ ആണ് 2025 സോ നമുക്ക് അടുത്ത വർഷം അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരെ ടാറ്റാ.